സൂത്ര അജഗജൻ വരുന്നോ? കൂടെ അജഗജന്റെ ചേട്ടനും ഉണ്ട്. എന്താ ചേട്ടന്റെ പേര്? ആശ്വാസം. ഇങ്ങനെ സംസാരിക്കുന്നത് അജഗജനെ പോലെയല്ല. അല്ല, ചേട്ടൻ അജഗജനെ പോലെ അല്ല എന്ന് പറയുകയായിരുന്നു. വരുന്നതല്ല, എന്തെങ്കിലും സംസാരിക്കുന്നതാ ശല്യം. അജഗജൻ പറയുന്നത് മിക്കതും ഞങ്ങൾക്ക് മനസ്സിലാവാറില്ല. ശരു, ഇങ്ങനൊരു പാവമാ, ഒന്ന് വിരട്ടി നോക്കിയാലോ? ഇങ്ങനെ എന്നോട് ക്ഷമിക്കൂ ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ പ്രശ്നവും അങ്ങനെ ക്ഷമിക്കാൻ പറ്റുമോ? കേട്ടില്ലേ, ഇത്ര സംസാരം എത്ര നേരം കേട്ടു നിൽക്കാൻ പറ്റും? ഞങ്ങൾക്ക് മാത്രമല്ല, കാട്ടിൽ പലർക്കും ഇതേ പരാതിയുണ്ട്. എന്താ പ്രശ്നം? അല്ല, അജഗജന്റെ സംസാരത്തെ പറ്റി പറയുകയായിരുന്നു. അയ്യോ, എനിക്കൊന്നും മനസ്സിലാവാറില്ല. എനിക്കും കേട്ടല്ലോ, കാട്ടിൽ വന്ന് സംസാരിക്കുമ്പോൾ കാട്ടിലുള്ളവർക്ക് മനസ്സിലാവണോ? മൂപ്പര് ശരിക്കും പകച്ചുപോയി. താൻ ഇന്നും വന്നോ? സ്വേച്ഛാധികളെ പോലെ പുച്ഛിക്കുന്ന മ്ലേച്ഛന്മാരെ പോലും ഇച്ഛാശക്തി കൊണ്ട് സ്വച്ഛന്ദം മൂർച്ഛിപ്പിക്കാം.